തേനീച്ച കാഞ്ഞിരത്തിൻ്റെ പൂവിൽ തന്നെ പോയി അവിടെ നിന്ന് പൂമ്പൊടി എടുക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഏത് ജീവിതാവസ്ഥയിലും ഏത് കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ പോസിറ്റീവായി കാണാനുള്ളൊരു കാഴ്ചപ്പാട് കപ്പിൾസ് തമ്മിലുള്ള ഈ ഒരു എൻഗേജ്മെൻറ്റ് കൂടുമ്പോൾ അവർക്ക് മാനസികമായി ആത്മീയമായി ശാരീരികമായി പൊരുത്തമുണ്ടാകാനായിട്ട് കഴിയും. ഞാൻ സിസ്റ്റർ ഷെറിൻ CSN നസ്രത്ത് റിട്രീറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. ബേസിക്കലി ഞാനൊരു ഫാമിലി സൈക്കോളജിസ്റ്റാണ്. ഈ സെൻറ്ററിലും മറ്റുമായി 23 വർഷമായിട്ട് ഫാമിലികളുമായിട്ടാണ് എൻ്റെ എല്ലാ ശുശ്രൂഷകളും. ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദമ്പതികളുടെ സംതൃപ്തകരമായ ജീവിതത്തിന്, സന്തോഷകരമായ ജീവിതത്തിന് പറ്റിയ ഒരു ഇൻ്റർവെൻഷനാണ് മാർട്ടിൻ സെലിഗ്മാൻ എന്ന പോസിറ്റീവ് സൈക്കോളജിയുടെ ഉപജ്ഞാതാവായ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പെർമ, PERMA. ഈ പെർമ എന്ന കൺസെപ്റ്റിൻ്റെ ഇൻ്റർവെൻഷൻ വഴി ജീവിതത്തിൽ വിജയം കണ്ടെത്താനായിട്ട് ദമ്പതികൾക്ക് കഴിയും. ഞാൻ എൻ്റെ MPhilന്റെ റിസർച്ച് സ്റ്റഡി എടുത്തത് ഈ കൺസെപ്റ്റ് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു 60 കപ്പിൾസിനെ എടുത്ത് അതിൽ 30 കൺട്രോൾ ഗ്രൂപ്പായിട്ടും 30 ദമ്പതികൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പായിട്ടും എടുത്തു. കൺട്രോൾ ഗ്രൂപ്പിനും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനും 2 ടൂളുകൾ കൊടുത്ത് അവരുടെ ട്രെയിനിങ്ങിന് മുൻപുള്ള പീരീഡിലുള്ള അവരുടെ സംതൃപ്തി, സന്തോഷം കണ്ടെത്തി. അതിനുശേഷം കൺട്രോൾ ഗ്രൂപ്പിന് ഒന്നും ചെയ്തില്ല, മറിച്ച് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് ഈ 30 ദമ്പതികൾക്ക് ഈ പെർമ വച്ച് ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി ഒരു ആഴ്ചയിലത്തെ ട്രെയിനിങ് കൊടുത്ത് ഒരു 6 മാസത്തെ സമയം കഴിഞ്ഞ് വീണ്ടും ഈ ദമ്പതികളെ, കൺട്രോൾ ഗ്രൂപ്പിലെ ദമ്പതികളെയും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ദമ്പതികളെയും വീണ്ടും ഈ ടൂള് കൊടുത്ത് അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ആ ഒരു റേഷ്യോ, അവർ എന്തുമാത്രം ഇതിൻ്റെ ഫലം ഉണ്ടായി എന്ന് റിസർച്ചിലൂടെ തെളിയിച്ചപ്പോൾ കാണാനിടയായത് ഈ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലെ ദമ്പതികളുടെ സാറ്റിസ്ഫാക്ഷൻ ഒരുപാട് എൻഹാൻസ് ചെയ്തതായിട്ട് ഈ റിസർച്ചിലൂടെ തെളിയുകയുണ്ടായി. പെർമ എന്ന് വെച്ചാൽ P മീൻസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എല്ലാറ്റിനെയും എവിടെയും എന്തിലും ഒരു പോസിറ്റീവായി കാണാനുള്ള, പ്രസാദാത്മകമായി കാണാനുള്ള ഒരു കാഴ്ചപ്പാട്, മനോഭാവം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം കണ്ടെത്താനായിട്ട് കഴിയും. ഇപ്പം തേനീച്ച കാഞ്ഞിരത്തിൻ്റെ പൂവിൽ തന്നെ പോയി അവിടെ നിന്ന് പൂമ്പൊടി എടുക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഏത് ജീവിതാവസ്ഥയിലും ഏത് കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ പോസിറ്റീവായി കാണാനുള്ളൊരു കാഴ്ചപ്പാട് സ്വന്തമാക്കിയാൽ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ എൻഗേജ്മെൻറ്റ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പരിപൂർണമായി സമർപ്പിച്ച് ഇൻവോൾവ് ആയിട്ട് ചെയ്യുക. പല കാര്യങ്ങളിൽ തലവെക്കാതെ ഒരു കാര്യത്തിന് പരിപൂർണമായിട്ട് സമർപ്പിക്കുക. അതായത് ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സമയം പോയത് അറിഞ്ഞില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതാണ് ഈ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. വീട്ടിലിപ്പോൾ ദമ്പതികൾ ഒരുമിച്ചിരിക്കുന്ന സമയം, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരിക്കുന്ന സമയം, പരിപൂർണമായിട്ട് അതിൽ തന്നെ ഇൻവോൾവ് ആകുന്ന നിമിഷങ്ങൾ, അത് വളരെ സംതൃപ്തിദായകമാണ്. കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് വളർത്തുന്ന കാര്യങ്ങളാണ്. അതിൽ ദമ്പതികൾ പ്രത്യേകിച്ച് കപ്പിൾ ടൈം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്നത് നല്ലതാണ്. കപ്പിൾസ് തമ്മിലുള്ള ഈ ഒരു എൻഗേജ്മെൻറ്റ് കൂടുമ്പോൾ അവർക്ക് മാനസികമായി ആത്മീയമായി ശാരീരികമായി പൊരുത്തമുണ്ടാകാനായിട്ട് കഴിയും. കൂടുതൽ സമയം ക്വാളിറ്റി ടൈം ചെലവഴിക്കുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകും. അവരുടെ കഴിവുകളും അവരുടെ നന്മകളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ്. നല്ല വ്യക്തികളുമായിട്ട്, നല്ല പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള റിലേഷൻ നമ്മളെ വളർത്തും. ആരുമായിട്ട് ബന്ധം പുലർത്തുമ്പോഴും ഈ ബന്ധം കൊണ്ട് നമ്മൾ വളരുന്നുണ്ടോ, അവർക്ക് വളർച്ചയുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ദമ്പതികളുടെ റിലേഷൻഷിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വിവാഹത്തിന് മുൻപ് തനിച്ച് ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെ ഒരു
രണ്ടുപേരുടെ ഒരു ടുഗെദർനെസ് നോക്കേണ്ട ആവശ്യമില്ല. അതേസമയം ആ ഒരു ഘട്ടം കഴിഞ്ഞ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ വളർത്താനുള്ള കാര്യങ്ങളിൽ ഇവർ എൻഗേജ്ഡ് ആവണം. ഒന്നിച്ച് മുഖത്ത് നോക്കി സംസാരിക്കാൻ കുറച്ച് സമയം, ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ള സമയം, ഒന്നിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയം, ഒന്നിച്ച് കളിക്കാനും ചിരിക്കാനും ആടാനും പാടാനുമൊക്കെയുള്ള സമയം, ഒന്നിച്ച് ഇരിക്കാനുള്ള സമയം കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. റിലേഷനിലൂടെയാണ് ഈ സൗഹൃദം വളരുക. ഒരുമിച്ച് ഇരിക്കുമ്പോഴാണ് ഹൃദയ രഹസ്യങ്ങൾ പങ്കുവെക്കാനായിട്ട് കഴിയുക. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ആ ഫീലിങ്സുകൾ വളരാനും സന്തോഷമായി സമാധാനമായിട്ട് വിജയകരമായി ജീവിക്കാൻ ദമ്പതികൾക്ക് കഴിയുന്നു. എന്ന് പറഞ്ഞാൽ മീനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരു അർത്ഥം കണ്ടെത്തുക, എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാകുക. ഒരു വീട്ടിൽ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ പോലും ദൈവം എന്നെ ഏൽപ്പിച്ച, ദൈവം എനിക്ക് തന്ന, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനൊരു സമയം ചെലവഴിക്കുന്നു, എൻ്റെ ആരോഗ്യം ചെലവഴിക്കുന്നു. അവിടെ പരിഭവങ്ങളില്ല, പരാതികളില്ല, ആവലാതികളില്ല. ഈവൻ ഒരു ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പോലും പോസിറ്റീവായ ഇമോഷനോട് കൂടെ അവർ കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധം പുലർത്തി കംപ്ലീറ്റ് അതിൽ ഇമേഴ്സ്ഡ് ആയി കഴിയുമ്പോൾ അവിടെ നമുക്ക് അർത്ഥം കണ്ടെത്താൻ പറ്റും. അവരൊരു ബോറടിയില്ല. ഇന്ന് പലപ്പോഴും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് ബോറടിയാണ്. കാരണം ഒന്നിലൊരു മീനിങ് ഇല്ല. ഒരു കൊച്ചു കാര്യം ചെയ്യുമ്പോഴും അതിസ്വാഭാവികമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ ചെയ്യുമ്പോൾ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ അച്ചീവ്മെൻറ്റ്, വിജയം കരസ്ഥമാക്കുക. എല്ലാവരും ആഗ്രഹിക്കുക ജീവിതത്തിൽ വിജയം ഉണ്ടാകണം. എന്ത് കാര്യം ചെയ്താലും അതിലൊരു അച്ചീവ്മെൻ്റ് എല്ലാവരും ആഗ്രഹിക്കും. ഈ അച്ചീവ്മെൻ്റ് ഉണ്ടാകണേ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് എല്ലാവരോടും പ്രതികരിക്കണം, ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, അതുപോലെ നല്ല റിലേഷൻ പുലർത്തണം, എല്ലാത്തിലും മീനിങ് കണ്ടെത്തണം. അപ്പം ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ, വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. ആ ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പുകാർ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസിലൂടെ അവരെ കടത്തിവിട്ടു. പോസിറ്റീവായിട്ട് അവർക്ക് തമ്മിൽ സമയം ചെലവഴിക്കാനായിട്ട് കഴിഞ്ഞു. ആ ഒരു എക്സ്പെരിമെൻറ്റിൽ തെളിയിക്കപ്പെട്ടത് ദമ്പതികൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുമ്പോൾ, അത് പോസിറ്റീവായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഇൻവോൾവ് ആകുമ്പോൾ ഇവർ ശരിക്കും വളരുകയാണ് ചെയ്തത്. അന്ന് ആ കൺട്രോൾ ഗ്രൂപ്പ്, അതായത് ഒന്നും കൊടുക്കാതിരുന്ന ഗ്രൂപ്പ്, ആദ്യം എങ്ങനെ അവരുടെ സാറ്റിസ്ഫാക്ഷനിലുള്ള ആ സ്കെയിലിൽ അവർ രേഖപ്പെടുത്തിയോ ഏകദേശം അതുപോലെ തന്നെയാണ് അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിരുന്നത്. പക്ഷേ ഈ ഒരു ട്രെയിനിങ്ങും കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസമുള്ളതായിട്ട് പറയുകയുണ്ടായി. എൻ്റെ പ്രിയമുള്ള ദമ്പതികളെ, നിങ്ങളുടെ സമയം അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിച്ച് ദൈവം ദാനമായി തന്ന ജീവിത പങ്കാളിയെ അവരായിരിക്കുന്ന രീതിയിൽ ഉൾക്കൊണ്ട് അവരെ വളർത്താനും ഉയർത്താനും അവരെ വിശുദ്ധീകരിക്കാനും രക്ഷിക്കാനും ഒക്കെ ദൈവം തന്ന ആ കടമ സ്വന്തമായി സ്വീകരിച്ച് രണ്ടുപേരും ഒന്നിച്ചു വളരട്ടെ എന്ന ആശംസയോടെ സ്നേഹത്തോടെ ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.